ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. പലരെയും അലട്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് വേരിക്കോസ് വെയിൻ. പ്രത്യേകിച്ചും അല്പം പ്രായം ചെന്നവരെ ബാധിക്കുന്ന വേദനയുളവാക്കുന്ന ഒരു പ്രശ്നം. കൂടുതൽ ബുദ്ധിമുട്ടാകുമ്പോൾ പലർക്കും ചിലപ്പോൾ ശസ്ത്രക്രിയ തന്നെ വേണ്ടിവന്നേക്കാവുന്ന ഒരു പ്രശ്നമാണിത്. രക്തപ്രവാഹം തടസ്സപ്പെട്ട് കാലുകളിൽ നിന്നും രക്തം തിരിച്ചു ഹൃദയത്തിലേക്ക് പ്രവഹിക്കാത്ത അവസ്ഥയാണിത്. ഇത് ഞരമ്പുകൾ തടിച്ചു പുറത്തേക്ക് കാണാനിടയാക്കുകയും ചെയ്യും. രക്തത്തിലെ സർക്കുലേഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വെരിക്കോസ് വെയിന് അടിസ്ഥാനപരമായ കാരണമാകുന്നത്. ഈ ഒരു പ്രശ്നത്തിന് വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കാവുന്ന ചില പരിഹാര വഴികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1. വെളുത്തുള്ളി. വെളുത്തുള്ളി ചൂടുവെള്ളത്തിനോടൊപ്പമോ അല്ലെങ്കിൽ അല്പം ചെറുനാരങ്ങാ നീരിലോ ചേർത്ത് കഴിക്കുക. ഇതല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ച് അല്പം ഒലീവ് ഓയിലിൽ ചേർത്തിളക്കി വെരിക്കോസ് വെയിനിൽ പുരട്ടാം. ഇതിലെ സൾഫ്യൂരിക് ആസിഡ് ഘടകങ്ങൾ ഞരമ്പുകളുടെ വീർമതയും തടിപ്പും അസ്വസ്ഥതയും കുറയ്ക്കാൻ സഹായിക്കും. വെളുത്തുള്ളിയിലെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളാണ് വെളുത്തുള്ളിക്ക് ഔഷധ ഗുണം നൽകുന്നത്. 2. കോഫി പൗഡർ. വെരിക്കോസ് വെയിൻ കുറയ്ക്കുന്നതിനായി കാപ്പിപ്പൊടി വളരെ ലളിതമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാപ്പിപ്പൊടി അല്പം ചൂടുവെള്ളത്തിലോ ഒലിവ് ഓയിലിലോ കലർത്തുക. ഇത് വെരിക്കോസ് വെയിനുള്ള ഭാഗത്ത് പതുക്കെ മസാജ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനും വെയിനുകളുടെ തടിപ്പ് കുറയ്ക്കാനും ഏറെ നല്ലതാണ്. 3. കറ്റാർ വാഴ. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മുടിക്കുമെല്ലാം ഗുണങ്ങൾ നൽകുന്ന കറ്റാർ വാഴ വെരിക്കോസ് വെയിന് നല്ലൊരു പരിഹാരമായി പ്രവർത്തിക്കുന്ന നല്ലൊരു ഔഷധം കൂടിയാണ്. ഇതിൻ്റെ ഈർപ്പം ശരീരം വലിച്ചെടുക്കുമ്പോൾ ഞരമ്പുകളുടെ തടിപ്പ് കുറയും. ഇതിലെ ന്യൂട്രിയൻസുകൾ ചർമ്മത്തെയും സർക്കുലേറ്ററി സിസ്റ്റത്തെയും സുഖപ്പെടുത്താൻ ഏറെ ഗുണകരമാണ്. കൂടാതെ കറ്റാർ വാഴ ഞരമ്പുകളുടെ തടിപ്പ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. കറ്റാർ വാഴ ജെൽ കൊണ്ട് ഞരമ്പ് തടിച്ചു വരുന്ന ഭാഗത്ത് മസാജ് ചെയ്താൽ മതി. ഈ ഒരു റെമഡി വെരിക്കോസ് വെയിൻ അസ്വസ്ഥതകളെല്ലാം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഇനി വെരിക്കോസ് വെയിൻ ഉള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട 5 ഭക്ഷണങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഈ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് മൂലം വെരിക്കോസ് വെയിൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിനാൽ വെരിക്കോസ് വെയിൻ ഉള്ളവർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണമാണ് ബീട്രൂട്ട്. ബീട്രൂട്ട് പതിവായി കഴിക്കുന്നത് വെരിക്കോസ് വെയിനുകളുടെ സാധ്യത കുറയ്ക്കുമെന്ന് ഗവേഷണങ്ങളും പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ബീട്രൂട്ടിൽ ബീറ്റാ സയാനിൻ എന്ന പ്രകൃതിദത്ത സംയുക്തം അടങ്ങിയിരിക്കുന്നു. ഈ സംയുക്തമാണ് ബീട്രൂട്ടുകളുടെ മനോഹരമായ ചുവന്ന നിറം നൽകുന്നത്. ശരീരത്തിലെ ഹോമോസിസ്റ്റീൻ്റെ അളവ് കുറയ്ക്കുന്ന ഫൈറ്റോ കെമിക്കൽ സംയുക്തമാണ് ബീറ്റാ സയാനിൻ. ഉയർന്ന അളവിൽ ഹോമോസിസ്റ്റിൻ ഉള്ളത് രക്തക്കുഴലുകളെ തകരാറിലാക്കുകയും രക്തം കട്ടപിടിക്കുന്നതിനുമിടയാകും. അതിനാൽ ഹോമോസിസ്റ്റിൻ അളവ് കുറയ്ക്കുന്നതിനായി ബീട്രൂട്ട് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾ കഴിക്കുന്ന സാലഡിൽ ബീട്രൂട്ട് ചേർത്ത് ഉപയോഗിക്കുക. കൂടാതെ ഡെയിലി ഡയറ്റിൽ ബീട്രൂട്ട് ജ്യൂസ് ഉൾപ്പെടുത്തുക. അതുമല്ലെങ്കിൽ ബീട്രൂട്ട് ആവിയിൽ വേവിച്ചതും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. 2. ഇഞ്ചി. നിരവധി നൂറ്റാണ്ടുകളായി നമ്മുടെ വീടുകളിൽ ഇഞ്ചി ഒരു സുഗന്ധ വ്യഞ്ജനമായും ഔഷധമായും ഉപയോഗിക്കുന്നുണ്ട്. ഇത് രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും രക്തക്കുഴലുകളിൽ ഫൈബ്രിൻ അലിയിക്കാനും സഹായിക്കുന്നതിനാൽ വെരിക്കോസിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് ഇഞ്ചി ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ഇഞ്ചിയുടെ സ്ട്രോങ് ഫ്ലേവർ സിരകളുടെ ആരോഗ്യത്തിന് കൂടുതൽ ഫലപ്രദമാണ്. അതിനാൽ ഭക്ഷണങ്ങളിൽ ഇഞ്ചി ചേർത്ത് ഉപയോഗിക്കുക. കൂടാതെ ഇഞ്ചി ചേർത്ത് വെള്ളം തയ്യാറാക്കി കുടിക്കാവുന്നതുമാണ്. 3. ആപ്പിൾ, വാഴപ്പഴം, പേരയ്ക്ക തുടങ്ങിയ പഴങ്ങളിൽ നാരുകളുടെ അംശം കൂടുതലാണ്. ഇത്തരം ഉയർന്ന ഫൈബറുള്ള പഴങ്ങൾ വീക്കം വരുന്നതിനുള്ള സാധ്യത കുറയ്ക്കുകയും നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. സിരകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റ് സംയുക്തമായ റൂട്ടീൻ ആപ്പിളിൽ ഉയർന്ന അളവിൽ കാണപ്പെടുന്നു. വെരിക്കോസ് സിരകളുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ആപ്പിൾ പിയർ ഫ്രൂട്ട് സാലഡ് ആരോഗ്യകരമായ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. 4. മുന്തിരി. ചുവപ്പ് മുന്തിരികളിൽ ഫ്ലേവനോയിഡുകളും വിറ്റാമിനുകളും ധാരാളമായി കാണപ്പെടുന്നു. ഈ മുന്തിരി വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് കഴിക്കാവുന്നതാണ്. 5. മഞ്ഞൾ. പുരാതന കാലം മുതൽ ആയുർവേദത്തിലും പരമ്പരാഗത ചൈനീസ് വൈദ്യത്തിലും മഞ്ഞൾ ഉപയോഗിച്ചു വരുന്നു. രക്തക്കുഴലുകളിൽ തടസ്സം നീക്കി ഫലപ്രദമായ രക്തചംക്രമണം പ്രോത്സാഹിപ്പിക്കുന്നതിനും മഞ്ഞൾ വളരെ നല്ലതാണ്. മഞ്ഞളിലെ സജീവ ഘടകമായ കുർക്കുമിൻ നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത് മൂലം ഇത് മെച്ചപ്പെട്ട രക്തപ്രവാഹവും രക്തചംക്രമണവും സുഗമമാക്കുന്നതിന് സഹായിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ മഞ്ഞൾ ഉൾപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, വെരിക്കോസ് വെയിൻ എന്ന ഈ ഒരു അസുഖം കുറയ്ക്കുന്നതിന് ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ വളരെയധികം ഫലപ്രദമാണ്. കൂടാതെ നേരത്തെ പറഞ്ഞ ഹോം റെമഡീസ് എല്ലാം വെരിക്കോസ് വെയിൻ കുറയ്ക്കുന്നതിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.
വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ല. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്